അപ്പോൾ ഒന്ന് രണ്ട് മലയാളീസിനോട് എന്നോട് ഇങ്ങനെ വന്നത് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടായിട്ട് എന്താ ചെയ്ത് എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നതേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ പോസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഉപയോഗിച്ച് എന്ന് പറഞ്ഞ് ഫൈൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കൈ ചെവിക്കരികിലേക്ക് പൊക്കിയെന്ന് ഈ ഫോട്ടോയിൽ കാണാം. എന്നാൽ വേണ്ടത്ര ക്ലാരിറ്റി ഇല്ലാത്തതിനാൽ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. വ്യക്തമായി മനസ്സിലാവുന്നുമില്ല. ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. റിജക്റ്റ് ആയാൽ നേരിട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പറഞ്ഞു നോക്കാൻ ഒരവസരം കൂടെയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്നുള്ളൊരു രീതിയിലാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇതാണ് അതിന് കൊടുത്തിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ഇതാണ് പോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫൈൻ വന്നതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഞാനിങ്ങനെ അന്വേഷിക്കലുണ്ട്. അപ്പോൾ അന്വേഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷത്തിന് മുമ്പ് 1-2 പ്രാവശ്യം സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞിട്ട് ഫൈൻ വന്നു. അപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-10 കൊല്ലത്തിൻ്റെ അടുത്തായി. ഇതുവരെ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയിനൊരു ഫൈൻ എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ 2 പ്രാവശ്യം വന്നതും ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിക്കണമെന്ന് എനിക്ക് ഉറപ്പുള്ള സമയത്താണ്. അപ്പോൾ ഈ വന്ന ഫൈനിലെ ഫോട്ടോത്തിൽ ഇത് വലിയ ക്ലാരിറ്റി ഉള്ളൊരു ഫോട്ടോ ഒന്നും അല്ല. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ കഫീലിൻ്റെ ഫോണിലേക്കാണ് മെസ്സേജ് വരിക. അപ്പോൾ ഞാൻ കഫീലിനോട് പറഞ്ഞ് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടു. ഒന്നാമത് ഞാൻ ആ ഫോട്ടോ നോക്കിയപ്പോൾ നമ്മൾ സാധാരണ പോണൊരു വഴി നിന്നാണത് ആ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഞാൻ ആ പോയ സമയം പിന്നെ ക്യാമറയിൽ നമ്മൾ ഫോട്ടോ പതിഞ്ഞ സമയം ഉണ്ടാവുമല്ലോ ഫൈനിൻ്റെ ആ ഫോട്ടോത്തിൽ. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ ആ സമയത്ത് ഞാൻ എങ്ങോട്ട് പോയിനത്, ആ സമയത്ത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊന്നും എനിക്ക് പിന്നെ മനസ്സിലാവണില്ല. അതായത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിക്കണമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടതായിട്ട് ആ ഫോട്ടോത്തിൽ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഞാൻ ഇട്ടിനത് ഒരു ബ്ലാക്ക് ടീഷർട്ടാണ്. ബ്ലാക്ക് ടീഷർട്ടും പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ കളറൊക്കെ ഏകദേശം സെയിമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റായിട്ട് കാണില്ല. അപ്പോൾ ഏതായാലും കഫീൽ ഫൈനൊക്കെ അടച്ചിട്ടാണ്. കാരണം അന്ന് പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ഫൈനും കാര്യങ്ങളൊന്നും വരലില്ല. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് ആ 2 പ്രാവശ്യം മൂപ്പര് ഫൈൻ അടിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു ചെയ്തു, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് മൂപ്പര് മൊബൈൽ യൂസ് ചെയ്തതെന്നാണ്. അപ്പോൾ ഞാനിതേപോലത്തെ കാര്യങ്ങൾ ഈ കാണുന്ന ഡ്രൈവർമാരോട്, മലയാളി ഡ്രൈവർമാരോടൊക്കെ ചോദിച്ചപ്പോൾ ഓൽക്കും ഇതേപോലെ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു ഓൽക്ക് ഇതേപോലെ മൊബൈൽ യൂസ് ചെയ്തതിന് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇട്ടിട്ടും അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാതിരുന്നിട്ട് മൊബൈൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതൊക്കെ ഈ പിന്നെ ക്യാമറ, അതായത് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, അതേപോലെ സീറ്റ് ബെൽറ്റിന്, ഇതൊക്കെ മുകളിലുള്ള ആ കമ്പിമുള്ള ക്യാമറയാണ് ഇതൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് AI ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അതായത് നമ്മൾ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത് വെക്കുന്നൊരു സംഭവമാണ്. ഞാൻ ChatGPT അതേപോലെ മറ്റുള്ള ഗൂഗിളിൽ ഇതിലൊക്കെ അടിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ, സീറ്റ് ബെൽറ്റിൻ്റെ അതേ നിറമുള്ള, പ്രത്യേകിച്ച് കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നിറങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ ഫൈൻ വരുന്നത് AI ക്യാമറകളുടെ ഒരു സാങ്കേതിക പരിമിതി, ടെക്നിക്കൽ ലിമിറ്റേഷൻ മൂലമാണെന്ന്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. അതായത് കോൺട്രാസ്റ്റ് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. AI ക്യാമറകൾ സീറ്റ് ബെൽറ്റ് തിരിച്ചറിയുന്നത് ഇമേജ് പ്രോസസ്സിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ഡ്രൈവറുടെ വസ്ത്രത്തിൻ്റെ നിറവും സീറ്റ് ബെൽറ്റിൻ്റെ നിറവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാണ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ക്യാമറ തീരുമാനിക്കുന്നത്. സീറ്റ് ബെൽറ്റും ടീഷർട്ടും ഒരേ നിറമാകുമ്പോൾ ആ നിറങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ക്യാമറയ്ക്ക് വ്യക്തമായി വേർതിരിച്ചറിയാൻ കഴിയില്ല. തന്മൂലം നെഞ്ചിന് പുറകെ ബെൽറ്റ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ നിങ്ങൾ ബെൽറ്റ് ധരിച്ചിട്ടില്ലെന്ന് സിസ്റ്റം തെറ്റായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ വെളിച്ചക്കുറവ്. രാത്രിയിലോ അല്ലെങ്കിൽ കാറിനുള്ളിൽ വെളിച്ചം കുറവാണെങ്കിലോ ഈ പ്രശ്നം കൂടാൻ സാധ്യതയുണ്ട്. വെളിച്ചം കുറവാകുമ്പോൾ കറുത്ത ടീഷർട്ടും കറുത്ത സീറ്റ് ബെൽറ്റും ഒന്നായി മാത്രമേ ക്യാമറയുടെ സെൻസറുകളിൽ പതിയുകയുള്ളൂ. ഇതുപോലെ ഓട്ടോമാറ്റഡ് സിസ്റ്റത്തിൻ്റെ പിഴവ്. മിക്കവാറും AI ക്യാമറകൾ ചിത്രങ്ങൾ എടുത്ത് കമ്പ്യൂട്ടർ അൽഗോരിതം വഴിയാണ് പരിശോധിക്കുന്നത്. മനുഷ്യൻ്റെ കണ്ണിന് സൂക്ഷിച്ചു നോക്കിയാൽ ബെൽറ്റ് കാണാൻ സാധിക്കുമെങ്കിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ആ ഷാഡോ അല്ലെങ്കിൽ ടെക്സ്ചർ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. സാധാരണയായി AI ക്യാമറകൾ കണ്ടെത്തുന്ന ലംഘനങ്ങൾ ഉദ്യോഗസ്ഥർ മാനുവലായി പരിശോധിച്ച ശേഷമാണ് ഫൈൻ അയക്കാറുള്ളത്. എന്നാൽ ചിത്രം വ്യക്തമല്ലെങ്കിലോ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലോ തെറ്റായി ഫൈൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ വന്നതാണ്.
അപ്പോൾ അതായത് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ആണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഹാൻഡ് ടു ഇയർ, അതായത് കൈ ചെവിയോട് ചേർത്ത് പിടിക്കുക എന്ന രീതിയിലുള്ള ആംഗ്യങ്ങളാണ് നിയമലംഘനമായി ഇത് മനസ്സിലാക്കുന്നത്. അതൊക്കെ ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചതാണത്, പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. മനുഷ്യൻ്റെ കൈ ചെവിയോട് കണ്ട് ഇതാക്കിയാൽ AI വിചാരിക്കുന്നത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ കൈ ചെവിയിൽ വെച്ചാലോ തല ചൊറിയാൻ കൈ ഉയർത്തിയാലോ ഈ ക്യാമറകൾ അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി തെറ്റിദ്ധരിച്ച് ഫോട്ടോ എടുക്കും. അതുപോലെ ചിത്രങ്ങളുടെ വ്യക്തതയില്ലായ്മ, പലപ്പോഴും കാറിനുള്ളിലെ വെളിച്ചക്കുറവോ നിഴലോ കാരണം കയ്യിൽ ഫോണുണ്ടോ എന്ന് വ്യക്തമായി കാണാൻ സാധിച്ചെന്ന് വരില്ല. കൈ ചുരുട്ടി പിടിച്ച് ചെവിയുടെ ഭാഗത്ത് വെച്ചാൽ ആ നിഴൽ ഒരു ഫോൺ ഇരിക്കുന്ന പോലെ ക്യാമറയ്ക്ക് തോന്നാം. അതുപോലെ തന്നെ പരിശോധനയിൽ വരുന്ന പിഴവ്, സാധാരണ ക്യാമറ എടുക്കുന്ന ചിത്രങ്ങൾ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് ഫൈൻ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ കൃത്യമായി ശ്രദ്ധിക്കാതെ ഇരുന്നാലോ അല്ലെങ്കിൽ വെറുതെ കൈവച്ചത് ഫോൺ വിളിക്കുന്നതാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും അതുകൊണ്ട് ഫൈൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് AI, അതായത് നമ്മുടെ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. ഒരു ഓടിക്കൊണ്ടിരിക്കുന്നൊരു വണ്ടിനെ സ്കാൻ ചെയ്യുമ്പോൾ അതിലെ ഡ്രൈവറിൻ്റെ കൈ ഈ ഒരു പൊസിഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അത് AI എന്താ മനസ്സിലാക്കുന്നത്, അത് മൊബൈൽ യൂസ് ചെയ്യണമെന്നാണ്. അതേപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റിൻ്റെയും ടീഷർട്ടിൻ്റെയും കളറൊക്കെ ഒരേപോലെ ആയാലും അപൂർവമായിട്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ സാധാരണ രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഫൈൻ വരിക. അങ്ങനെ ഒരു സംഭവം എന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഫൈൻ വരിക. ചില കാര്യങ്ങളിൽ ചിലതിൽ പിന്നെ ഈ ഒരു ക്യാമറ നമ്മളെ ഫോട്ടോ പിടിച്ചെടുത്താൽ അതിന് ശേഷം ഇതിൻ്റെ ഓഫീസിലുള്ള ആളുകൾ, പിന്നെ ഇപ്പോൾ മുറൂറിൻ്റെ ഓഫീസിലുള്ള ആളുകൾ ഈ ഒരു ഫോട്ടോ ചെക്ക് ചെയ്തിട്ടാണ് ഫൈൻ വരിക. അപ്പോൾ രണ്ട് രീതിയിൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ അടിച്ച് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈന് മൊബൈലിലേക്ക് വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. നേരെ മറിച്ച് ഇത് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒരുവിധം ഫൈനും കാര്യങ്ങളൊക്കെ ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ ഇതിനെന്താ മാർഗം എന്നുള്ളത് ഇപ്പോൾ ഇതിൽ മൂപ്പര് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യുക ഇതിന്. അപ്പോൾ ഇതിന് മാർഗം എന്നുള്ളത്, ഈ ഫോട്ടോയും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അബ്ഷർ പോയിട്ട് ഡിസ്പ്യൂട്ട് ചെയ്യാം. ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് ക്യാൻസൽ ആവില്ല വെച്ചെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നേരിട്ട് പോയിക്കാണ്ട് മുറൂറിൻ്റെ ഓഫീസ് പോയിക്കാണ്ട് പറയാം. അത് ഇത്രയുള്ള പ്രശ്നം കാര്യങ്ങളൊന്നും സംഭവമൊന്നുമില്ല, പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് AIക്ക് തെറ്റ് സംഭവിക്കുക. അതിപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിന്, കുറേ മുമ്പുള്ളൊരു വീഡിയോ, വൈറലായ വീഡിയോ. അതായത് ടീഷർട്ടിൽ ഇങ്ങനെ ഒരു നമ്മളെ സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ഇതിൽ ഒരു ഡിസൈനുള്ളൊരു ടീഷർട്ട് ഇട്ട് പോയിട്ട് സീറ്റ് ബെൽറ്റ് ഇടാതെ ആ ടീഷർട്ട് ഇട്ട് പോയിട്ട് ഫൈന് കിട്ടിയില്ല എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. ഇങ്ങനെ അടിച്ചെടുത്താൽ കിട്ടും. അപ്പോൾ AIൻ്റെ ഒരു ഇതാണ്, AI സ്കാൻ ചെയ്യുമ്പോൾ ഈ കൂടെ ഇങ്ങനെ ഒരു ഇത് പോയിട്ടുണ്ട്. അപ്പോൾ AI മനസ്സിലാക്കുകയാണ് സീറ്റ് ബെൽറ്റിൻ്റെതാണെന്ന്. അത് ഞാൻ വെറുതെ പറയണതല്ല, അത് പിന്നെ യൂട്യൂബിലുണ്ട് അങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളെ കൈ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ചെവി ചൊറിയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സമയത്ത് കാര്യം, അതായത് കറക്റ്റ് ആ ഒരു ക്യാമറ വരുന്ന സമയത്ത് ഈ കാര്യം നമുക്ക് പിന്നെ ചിലപ്പോൾ ഇവിടെ ചൊറിയാൻ വരിക അല്ലെങ്കിൽ ഇവിടെ ഇതാക്കാൻ വരിക. എനിക്കിപ്പോൾ ഒരു കൂടുതലൊന്നും പറയണ്ട, എനിക്കിപ്പോൾ ഒരു 2-3 ദിവസത്തിൻ്റെ മുമ്പ് ഇതേപോലെ കറക്റ്റ് ക്യാമറേൻ്റെ പൊസിഷൻ വന്നപ്പോൾ അറിയാതെ കൈ ഇങ്ങനെ പോയി. ഞാൻ 2-3 ദിവസം പ്രതീക്ഷിച്ചിരുന്നു പിന്നെ ഫൈന് വരുമോ. ഏതായാലും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അപൂർവമായിട്ട് ഇങ്ങനെ വരലുണ്ട്. അപ്പോൾ 1-2 മലയാളീസ് എന്നോട് ഇങ്ങനെ വന്നത് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടായിട്ട് എന്താ ചെയ്ത് എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക് യു.